Hi everyone, this is CMA Afzal Alangal here. Before starting the video, please hit the like button. ഈ ഒരു വീഡിയോ ജൂൺ 2025 എക്സാം എഴുതിയ കുട്ടികൾക്കും ഡിസംബർ 2025 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു എക്സാം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പോ ഒക്കെ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് സർക്കുലേഴ്സും നോട്ടിഫിക്കേഷൻസും വന്നിട്ടുണ്ട്. സ്കിൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് പ്രൊവിഷണൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പല നോട്ടിഫിക്കേഷനും സർക്കുലേഴ്സും വന്നിട്ടുണ്ട്. പല സ്റ്റുഡൻസും ഈ ഒരു സർക്കുലറിനെ കുറിച്ചോ നോട്ടിഫിക്കേഷനെ കുറിച്ചോ അൺഅവെയറാണ്, അവർക്ക് അറിയില്ല. പല ആളുകളും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി കൂടിയാണ് ഞാൻ ഇത്തരത്തിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഡിസംബർ 2025 ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 1 തീയതി തൊട്ട് നമ്മൾ ക്ലാസ്സുകൾ അവൈലബിൾ ആയി തുടങ്ങും. ഇന്റർമീഡിയറ്റ് ആയാലും ഫൈനൽ ആയാലും എല്ലാ പേപ്പറുകളും അവൈലബിൾ ആണ്. ഗ്രൂപ്പ് വൈസ്, പേപ്പർ വൈസ് ഒക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള ആളുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഇന്റർമീഡിയറ്റിൻ്റെ സെപ്പറേറ്റ്, ഫൈനൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടും. എത്രയും നേരത്തെ പഠിച്ചു തുടങ്ങുന്നോ അത്രയും നല്ലത്. ഡിസംബറിലേക്ക് നമുക്ക് 6 മാസമാണുള്ളത്. അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ ഒരു ഗ്രൂപ്പ് നോക്കുന്നവരായാലും ബോത്ത് ഗ്രൂപ്പ് നോക്കുന്നവരായാലും ഈസി ആയിട്ട് കവർ ചെയ്ത് പാസ്സാവാൻ വേണ്ടി പറ്റും. ക്ലാസ്സിൻ്റെ കൂടെ നമുക്കറിയാം, നമ്മളൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്കുകൾ, MCQ ക്വസ്റ്റ്യൻ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ, തിയറി ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ക്ലാസ്സിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആവും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുള്ളവർ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് വരാം. ജൂൺ 4 നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു. ജൂൺ 4 സ്കിൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട സർക്കുലറാണ്. സർക്കുലറിൽ കൊടുത്തിട്ടുള്ളത് ഇന്റർമീഡിയറ്റിനും ഫൈനലിനുമായി ബന്ധപ്പെട്ട് സ്കിൽ ട്രെയിനിങ് ഉണ്ട്. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസ് ബോത്ത് ഗ്രൂപ്പ് എഴുതാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗ്രൂപ്പ് പാസ്സായിട്ടുണ്ട് രണ്ടാമത്തെ ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴോ ആണ് ഈ സ്കിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഒരു ഗ്രൂപ്പ് മാത്രം എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഗ്രൂപ്പ് എഴുതാൻ പോകുമ്പോഴേക്ക് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മതി. പക്ഷേ എത്രയും നേരത്തെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം നേരത്തെ നമ്മളോട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരു സർക്കുലർ ഈ സ്കിൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അത് എക്സാമിനൊക്കെ മുമ്പ് നമ്മുടെ ജൂൺ സമയങ്ങളിൽ, ജൂൺ 10 തീയതിയാണല്ലോ നമ്മുടെ എക്സാം ഉണ്ടായിരുന്നത്. അതിനൊക്കെ മുമ്പായിട്ട് ഒരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു. മെയ് 15 മുന്നേ ഒക്കെ ആയിട്ട് സ്കിൽ ട്രെയിനിങ് നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സർക്കുലർ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഡേറ്റ് ഇപ്പോൾ നിലവിൽ 31 ഓഗസ്റ്റിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് നീട്ടി തന്നിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ജൂൺ ഓൾറെഡി ബോത്ത് ഗ്രൂപ്പ് എഴുതിയവരോ അല്ലെങ്കിൽ റിമൈനിങ് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് ഓൾറെഡി കഴിഞ്ഞ ഡിസംബറിലൊക്കെ പാസ്സായി രണ്ടാമത്തെ ഗ്രൂപ്പ് എഴുതി നിൽക്കുന്ന കുട്ടിയോ ആണ് സ്കിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അവരാണെങ്കിൽ ആക്ച്വലി അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണമെങ്കിൽ അവർ സ്കിൽ ട്രെയിനിങ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം നൽകിയിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് 31 ഓഗസ്റ്റാണ്. 31 ഓഗസ്റ്റിന് മുമ്പ് നിങ്ങളുടെ സ്കിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തെങ്കിലാണ് ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഫൈനൽ സ്റ്റുഡൻ്റ് ആണെങ്കിലും അവരുടെ റിസൾട്ട് വാലിഡ് ആവുക. ഓക്കെ, അതിന് സ്കിൽ ട്രെയിനിങ്ങിൽ എന്തൊക്കെയാണ് പെടുക എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ നിലവിൽ പഴയ സ്കിൽ ട്രെയിനിങ് മാറ്റി പുതിയ സ്കിൽ ട്രെയിനിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പഴയ സ്കിൽ ട്രെയിനിങ് മാറ്റി പുതിയ സ്കിൽ ട്രെയിനിങ് അതെന്താണെന്നാണ് ഇനി അറിയേണ്ടത്. ഇതിനു മുമ്പ് ഞാൻ ഓൾറെഡി അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതാണ് പുതിയ സ്കിൽ ട്രെയിനിങ്. ഇപ്പം നിലവിൽ പുതിയൊരു കുട്ടി രജിസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസംബർ 2023 നിങ്ങൾ എക്സാം എഴുതിയ ആളായിരുന്നു, അല്ലെങ്കിൽ ജൂൺ 2024 രജിസ്ട്രേഷൻ എടുത്ത ആളായിരുന്നു, അതുമല്ലെങ്കിൽ ഡിസംബർ 2024 രജിസ്ട്രേഷൻ എടുത്ത ആളായിരുന്നു. ഈ സമയങ്ങളിൽ നിങ്ങൾ സ്കിൽ ട്രെയിനിങ് ചെയ്തിട്ടില്ല, ഇവിടെ രജിസ്റ്റർ ചെയ്ത ആളായിരുന്നു,
സ്കിൽ ട്രെയിനിങ് ചെയ്തിട്ടില്ല, അവർക്കും ന്യൂ സ്കീം ബാധകമാണ്. ഇനി ഓൾറെഡി സ്കിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പഴയ സ്കിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 100% ഓൺലൈനിലായിരുന്നു. നമുക്ക് ഓൺലൈനിൽ സ്കിൽ ട്രെയിനിങ്ങിന് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുമായിരുന്നു. സാപ്പ്, മൈക്രോസോഫ്റ്റ്, കാംബ്രിഡ്ജ് സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അത് പല കുട്ടികളും കംപ്ലീറ്റ് ചെയ്ത് അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടാവും. അവർക്കും ഈ പുതിയ സ്കീം അവരിനി ചെയ്യണ്ട. ഇതൊന്നും ചെയ്യാത്ത, ഇതുവരെ സ്കിൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയും ചെയ്യാത്ത കുട്ടികൾക്കാണ് ഈ പറയുന്ന സ്കിൽ ട്രെയിനിങ് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇത് കംപ്ലീറ്റ് ചെയ്താലേ അവരുടെ സ്കിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതായിട്ട് കൂട്ടുള്ളൂ. അതിലൊന്ന് ടാലി ERP ആണ്. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈൻ വഴിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ ID-യിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ലോഗിൻ ID-യും പാസ്വേഡും തരും. അതുവഴി നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. 40 മണിക്കൂർ സമയമാണ് ഉള്ളത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഫ്റ്റ് സ്കിൽ ഉണ്ട്. ഇതും ഓൺലൈൻ വഴി ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിട്ടാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റഡീസ് നേരിട്ടാണ് ഇത് നടത്തുന്നത്. പിന്നുള്ളത് MS ഓഫീസും ഫയലിംഗുമാണ്. ഇത് ഹൈബ്രിഡ് മോഡിലാണ്. ഹൈബ്രിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ ഓഫ്ലൈൻ കമ്പൈൻ ചെയ്തിട്ടാണ്. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ, നിങ്ങൾ ഏത് റീജിയണിലാണോ ചെയ്തത്, അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ വഴിയാണോ ചെയ്തത്, അല്ലെങ്കിൽ ഏത് CMA സപ്പോർട്ട് സെന്റർ വഴിയാണോ ചെയ്തത്, ആ സെന്ററിലാണ് പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതുവരെ കമ്മ്യൂണിക്കേഷൻ ഒന്നും കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ ഏത് ചാപ്റ്ററിന്റെ അണ്ടറിലാണോ ഏത് സപ്പോർട്ട് സെന്ററിന്റെ അണ്ടറിലാണോ രജിസ്ട്രേഷൻ എടുത്തത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അടുത്ത ബാച്ച് എന്നാണോ അവിടെ MS ഓഫീസും ഫയലിംഗും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കും. ഈ സ്റ്റുഡന്റ് ഈ 2 സംഗതികൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ 2 നിങ്ങൾ ഓൺലൈനുമായി കൂടി കംപ്ലീറ്റ് ചെയ്താൽ, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, അത് സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ സ്കിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ആവും. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. ഈ ടാലി, കമ്മ്യൂണിക്കേഷൻ, സോഫ്റ്റ് സ്കില്ലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ വീണ്ടും അവിടെ ഒരു പേയ്മെന്റ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് വേണമെന്ന് സ്കിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ആവാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യത്തിൽ നിർബന്ധമില്ല. നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ജോലിക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ 1000 രൂപ എത്രയാണ് പേയ്മെന്റ്, അത് കൊടുത്താൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ ആ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ സ്കിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ആവും. ഇതാണ് സ്കിൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റിലോ എൻ്റെ വാട്സപ്പിലേക്കോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് അയക്കാം. ഞാൻ കൃത്യമായിട്ട് ആ കാര്യത്തിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാം. ഇനി മറ്റൊരു സർക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്, നെസസറി ഡോക്യുമെന്റ്സ് ടു ബി സബ്മിറ്റഡ്. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എടുത്ത കുട്ടികൾ ഉണ്ടാവും. അതായത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് നേരിട്ട് CMAയിലേക്ക് ഫൗണ്ടേഷനിൽ വന്ന കുട്ടിയാണ്. രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ആണ് നമ്മൾ എടുക്കുക. ഡിഗ്രി ഒക്കെ ആണെങ്കിൽ അതുവരെയുള്ള മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് BComന്റെ സർട്ടിഫിക്കറ്റ് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. അത്തരത്തിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫൈനലിനൊക്കെ ആണെങ്കിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം, IOTP ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം. അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏപ്രിൽ 25 ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയ് 15 മുമ്പ് നിങ്ങൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തെങ്കിലാണ് ജൂൺ 2025 നിങ്ങൾ എഴുതിയ എക്സാമിന് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും അതേപോലെ എക്സാമിന്റെ റിസൾട്ടും ഒക്കെ വാലിഡ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സർക്കുലറിന്റെ ബാക്കി ഭാഗം, അതായത് മെയ് 15 ഇത് തീർക്കണം എന്ന് പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡേറ്റ് നിങ്ങൾക്ക് നീട്ടി തന്നിട്ടുണ്ട്. ജൂൺ 18 വീണ്ടും ഒരു സർക്കുലർ അവര് ഇറക്കിയിട്ടുണ്ട്. അതായത് മുൻപ് മെയ് 15 എന്ന് പറഞ്ഞ സർക്കുലറിന്റെ നമ്പറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ സർക്കുലറിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇത്. ജൂൺ 2025 എക്സാം അപ്പിയർ ചെയ്ത ആളുകൾ ഇത് ഈ പറയുന്ന ഡേറ്റുകളിൽ ഈ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യണം. 10+2 മാർക്ക് ഷീറ്റ്, ഫൗണ്ടേഷൻ കോഴ്സിൽ ഓൾറെഡി 10+2 സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാത്തവരോടാണ് പറയുന്നത്. ഇത് നിങ്ങൾ 7/4/2025 മുമ്പ് അപ്ലോഡ് ചെയ്താലാണ് നിങ്ങൾ എഴുതിയ ഫൗണ്ടേഷൻ എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുള്ളൂ. ഡിഗ്രി കഴിഞ്ഞിട്ട് ഇന്റർമീഡിയറ്റിന് ജോയിൻ ചെയ്ത ആളുകളാണ്. അവർ ജൂൺ എക്സാം എഴുതിയിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ അവരുടേത് രജിസ്ട്രേഷൻ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എന്നാണ് വിളിക്കുക. അവര് 31/7/2025 മുമ്പ് അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ എത്തിക്കണം.
ഇനി ഫൈനൽ കോഴ്സ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും IOTP ട്രെയിനിങ്ങും ഒക്കെ നിർബന്ധമാണ് ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവർക്ക്, അല്ലെങ്കിൽ റിമൈനിങ് ഗ്രൂപ്പ് എഴുതുന്നവർക്ക്. അത് കംപ്ലീറ്റ് ചെയ്യാത്ത പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണെങ്കിൽ 15 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കഴിഞ്ഞ് T5 T4 ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ചെയ്യാത്തവരാണെങ്കിൽ അത് ചെയ്ത് തീർക്കാനും ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ മെയ് 15 എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നീട്ടി തന്നിട്ടുണ്ട്. ജൂലൈ 31 മുമ്പ് ചെയ്യണം. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ഇപ്പൊ പുതിയ സ്കീം പ്രകാരം T5A T5B എന്ന് പറഞ്ഞ് 2 ഫോമുകൾ അപ്ലോഡ് ചെയ്യണം. പണ്ട് ഒറ്റ ഫോമേ ഉണ്ടായിരുന്നുള്ളൂ T5. പുതിയ സ്കീം അനുസരിച്ച് 10 മാസം കഴിയുമ്പോൾ T5Aയും 15 മാസം കഴിയുമ്പോൾ T5Bയും സബ്മിറ്റ് ചെയ്യണമെന്നാണ് കണക്ക്. ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചും ചെയ്യാം. അതിനും ഡേറ്റ് തന്നിട്ടുണ്ട്. 10/8/2025 മുമ്പ് നിങ്ങൾ ചെയ്യണം. ഇത് പെൻഡിങ് ഉള്ളവർക്കാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇത് പെൻഡിങ് ഉള്ളവർ ഇത് ചെയ്താലാണ് അവരുടെ ജൂൺ എക്സാമിന്റെ റിസൾട്ട് വാലിഡ് ആയിട്ട് പബ്ലിഷ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള സർക്കുലറുകൾ, നോട്ടിഫിക്കേഷനുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ആരും മിസ്സായി പോകരുത് എന്നതുകൊണ്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. CMA സ്റ്റുഡൻസിലേക്ക് വീഡിയോ എത്തിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ടെലഗ്രാം ഗ്രൂപ്പുകളുടെ ലിങ്കൊക്കെ താഴെ കൊടുക്കാം. അതേപോലെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് അറിയാൻ, ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവൈലബിൾ ആവുക, എങ്ങനെയാണ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ കിട്ടുക, ഇതിനെക്കുറിച്ച് അറിയാൻ, ക്ലാസ് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ താഴെ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഗൂഗിൾ ഫോമുകളുണ്ട്. അത് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഓഫീസ് നമ്പർ വഴി അറിയാൻ പറ്റും. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.